പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. പ്രൊഫസർ MP മന്മഥൻ മാധ്യമ പുരസ്കാരം നേടിയ മാതൃഭൂമി ലേഖകൻ VP ശ്രീലനെ ആദരിച്ചു. പ്രൊഫസർ MP മന്മഥൻ മാധ്യമ പുരസ്കാരം നേടിയ മാതൃഭൂമി ലേഖകൻ VP ശ്രീലനെ ആദരിച്ചു. പള്ളുരുത്തി MLA റോഡിലുള്ള ശ്രീനാരായണ ഭജന സമിതി ഹാളിൽ നടന്ന ചടങ്ങിൽ KJ മാക്സി MLA ആണ് VP ശ്രീലനെ ആദരിച്ചത്. തുടർന്ന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകളും മറ്റു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പ്രസിഡന്റ് KV സുധീർ രാജ് അധ്യക്ഷത വഹിച്ച യോഗം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. പള്ളുരുത്തി വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടി, അതോടൊപ്പം നമ്മുടെ കൊച്ചിക്കാരുടെ അഭിമാനമായ മാതൃഭൂമിയുടെ ലേഖകനായിട്ടുള്ള ശ്രീ VP ശ്രീലനെ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിന്റെ ഭാഗമായിട്ട്, മന്മഥൻ അവാർഡിന്റെ ഭാഗമായിട്ട് ആദരിക്കുന്ന ചടങ്ങുമാണ് ഇത് വളരെ ലളിതമായി ഇത് സംഭവിച്ചത്. ശ്രീലനെ പറ്റി പറയുക, എനിക്ക് ശ്രീലനും കൂടുതൽ ബന്ധം ശ്രീലന്റെ അച്ഛനുമായുമായിരുന്നു. 2000 കൊച്ചി നഗരസഭയുടെ കൗൺസിലറായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വെച്ചിട്ടുണ്ടായിരുന്നത്, കൃഷ്ണചേട്ടൻ ഞാൻ. അന്ന് ശ്രീലമായിട്ടുള്ള കരുപ്പൂരിലേക്കും ശ്രീലന്റെ അച്ഛനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. കൃഷ്ണചേട്ടൻ നഗരസഭയിലെ കൗൺസിലിൽ അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതാണ് എനിക്കറിയാം. VK പ്രകാശൻ ഭദ്രദീപം തെളിയിച്ചു. ഗായകൻ ദേവദാസ് നമ്പലാട്ട് മുഖ്യാതിഥിയായിരുന്ന യോഗത്തിൽ MB ബെന്നി, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് PS ബിജു, PR രചന തുടങ്ങിയവർ ക്യാഷ് അവാർഡുകളും പുസ്തക വിതരണവും നടത്തി. വലിയ തരത്തിലുള്ള ജാതീയവും മതപരമായ കാര്യങ്ങളുള്ള ഞാൻ പലപ്പോഴും ഒട്ടുമിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ തൊട്ടപ്പുറമുള്ള കൊച്ചി എന്ന ഓർമ്മയിൽ തന്നെ 2 ഇതിലും വലിയ കലാപങ്ങളാണ്. അപ്പോഴും അങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കാതെ പള്ളുരുത്തിയെ കാത്തു സൂക്ഷിച്ചതും ശ്രീനാരായണ പേരും അന്തരീക്ഷവും ഇവിടെയുള്ള സ്ഥാപനങ്ങളും എല്ലാം ജാതി മാത്രമായി കാണാനും മതത്തെ മതം മാത്രമായി കാണാനും വിദ്യാഭ്യാസം മാത്രമായി കാണാനും കഴിയുന്നു. TB പ്രവീൺ, KP സത്യദേവൻ, KK പ്രേമൻ, CK രാമേന്ദ്രൻ, കേരളീയൻ, KN ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.